ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ നിയമസഭാ പരിസ്ഥിതി സമിതി ഇന്ന് കോഴിക്കോട് വിലങ്ങാട് സന്ദർശിക്കും. പുനരധിവാസ നടപടികൾ 2 ആഴ്ചക്കകം ആരംഭിക്കുമെന്നും കൂടുതൽ പഠനത്തിനായി കോഴിക്കോട് NITയിൽ നിന്നുള്ള വിദഗ്ധ സംഘം എത്തുമെന്നും കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു. EK വിജയൻ MLA ആണ് നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ ചെയർമാൻ. MLAമാരായ ലിൻഡോ ജോസഫ്, PK ബഷീർ, PK കുഞ്ഞമ്മദ്കുട്ടി ഉൾപ്പെടെ 8 പേരടങ്ങുന്ന സംഘമാണ് വിലങ്ങാടെത്തുക. സന്ദർശനത്തിന് ശേഷം വൈകിട്ട് നാദാപുരത്ത് പ്രത്യേക യോഗവും ചേരും. അതേസമയം വിലങ്ങാട് ഉരുൾപൊട്ടൽ സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചതായി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു. അടിയന്തര സഹായധനം 1 മാസത്തിനകം നൽകും. NITയിൽ നിന്നുള്ള സംഘം ഒരാഴ്ചക്കകം വിലങ്ങാട് പഠനം നടത്താനെത്തുമെന്നും കളക്ടർ. ടെക്നിക്കൽ സ്റ്റഡി ഇപ്പോൾ ഞാൻ NIT കാലിക്കറ്റ് വഴി നമുക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. ടെക്നിക്കൽ സ്റ്റഡിയിൽ കാര്യം വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഉള്ള ലാൻഡ് സ്ലൈഡിൻ്റെ ലൊക്കേഷൻസും ലാൻഡ് സ്ലിപ്പ് എവിടെയാണ്, പിന്നെ ആ ലൊക്കേഷൻസിൻ്റെ സസെപ്റ്റബിലിറ്റി വൾനറബിലിറ്റി ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ്, അത് നമുക്ക് പരിശോധിച്ചിട്ട് കുറച്ച് ക്ലാരിറ്റി വരും. അത് ടെക്നിക്കൽ വർക്കാണ്. പിന്നെ അത് കൂടാതെ നമുക്ക് ഓൾറെഡി റാപ്പിഡ് വിഷ്വൽ സ്ക്രീനിങ്ങിന് വേണ്ടി ഞാൻ RDO പിന്നെ ഒരു 4 ടീംസ് സ്ഥാപിച്ചു. അത് ഇപ്പോൾ ഉള്ള വീടിൻ്റെ സ്ട്രക്ചർ ഡാമേജ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഓൾറെഡി അവർക്ക് പറഞ്ഞിട്ടുണ്ട്. 400ഓളം കുടുംബങ്ങൾ ദുരന്തബാധിതരാണ്. ദുരന്തമുണ്ടായി ഇന്ന് 1 മാസമാകുമ്പോഴും സാമ്പത്തിക സഹായം ലഭ്യമാകാത്തതിൽ ഇവർക്ക് പ്രതിഷേധവും അതൃപ്തിയുമുണ്ട്. 24 കോഴിക്കോട്.